നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ കൊന്ന മകന് ബ്ലാക്ക് മാജിക് ബന്ധം. പ്രജിന്റെ മുറിയിൽ വിഗ്രഹങ്ങളും ആയുധങ്ങളും കൂട്ടിയിട്ട നിലയിൽ മുടിയും. അന്വേഷണം വേണമെന്ന് കുടുംബം. പോലീസ് എത്തി മുറി സീൽ ചെയ്തു. പത്തനംതിട്ട മാലക്കരയിൽ മതിലിടിഞ്ഞു വീണ് 2 മരണം. ഗുരുതര പരിക്കേറ്റ 2 പേർ ചികിത്സയിൽ. ഇടിഞ്ഞു വീണത് റൈഫിൾ ക്ലബിന്റെ നിർമ്മാണത്തിലിരുന്ന മതിൽ. തിരുവനന്തപുരം പാറശാലയിൽ +1 വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. ഫിഷ് ടാങ്ക് പൊട്ടിച്ചതിന് അമ്മ ശകാരിച്ചതിൽ മനം നൊന്തെന്ന് സംശയം. പാതിവില തട്ടിപ്പിൽ ഉന്നതർക്ക് പങ്കെന്ന് സംശയം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തു. രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയെന്ന പ്രതി അനന്തു കൃഷ്ണൻ. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനം. പണം ആര് തിരിച്ചു തരുമെന്ന് ഇരകളുടെ ചോദ്യം. അടച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നേ പറയാനുള്ളൂ. ഞങ്ങളിതിനകത്ത് പെട്ടുപോയവരാണ് അറിയാതെ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മുതൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കിട്ടിയാൽ മതി. ഞങ്ങൾ ഈ പലിശയും കൂടി മുതലും കൂടി അടച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഞങ്ങൾ ഏത് ഗതിയിൽ വരുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ICU പീഡന കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ച. യുവതിയെ പരിശോധിച്ചത് പരിചയസമ്പന്ന അല്ലാത്ത ഡോക്ടർ. കണ്ടെത്തൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിൽ. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന അതിജീവിത. 2 വർഷമായി. ഈ മാർച്ച് വന്നാൽ 2 വർഷമായി. അപ്പൊ ഇത്രയും 2 വർഷം ഞാൻ ഇതിന്റെ പുറകെ നടന്നിട്ടും ഞാൻ പല സ്ഥലത്തുനിന്നും അപമാനിക്കപ്പെട്ടു എന്നല്ലാതെ ഇതിലൊരു നീതി എനിക്ക് ലഭിച്ചിട്ടില്ല. ഡൽഹി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ BJP. MLA-മാരുടെ യോഗം അല്പസമയത്തിനകം. കേജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയ്ക്ക് മുൻതൂക്കം. കേജ്രിവാൾ താമസിച്ച ശീഷ് മഹൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് BJP. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 31 മാവോയിസ്റ്റുകളെ വധിച്ചു. ഏറ്റുമുട്ടലുണ്ടായത് ബിജാപൂർ ഇന്ദ്രാവതി ദേശീയോദ്യാനത്തിന് സമീപം. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് CPM-നെ പ്രതിസന്ധിയിലാക്കിയെന്ന് തൃശൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട്. ബാങ്കിലുണ്ടായ ക്രമക്കേട് നീതീകരിക്കാനാവാത്തത്. തൃശൂർ മേയർക്കെതിരെയും റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം. സമ്മേളനം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ലെന്ന് PK ഫിറോസ്. അർഹത കോൺഗ്രസിന് തന്നെ. പരിചയസമ്പന്നരായിട്ടുള്ള കഴിവുള്ള ആളുകളൊക്കെ കോൺഗ്രസിനകത്തുണ്ട്. അതിനകത്ത് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒന്നിലധികം ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് പ്രത്യേക സാഹചര്യത്തിലെന്നും ഫിറോസ് Q18 അഭിമുഖത്തിൽ. വിശദമായി നോക്കാം. പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് ബ്ലാക്ക് മാജിക് ബന്ധം. വെള്ളറട സ്വദേശി ജോസിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചു. മകൻ പ്രജിൻ ജോസിന്റെ ബ്ലാക്ക് മാജിക് ബന്ധമാണ് കൊലപാതകത്തിൽ എത്തിയതെന്നാണ് കുടുംബത്തിന് സംശയം. സ്വതന്ത്ര ജീവിതത്തിന് അനുമതി നൽകുന്നില്ലെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് പിതാവിനെ വെട്ടിക്കൊന്ന ശേഷം പ്രജിൻ പോലീസിൽ കീഴടങ്ങിയത്. പ്രജിന്റെ മുറിയിൽ കുടുംബാംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരുന്ന നിലയിൽ മുടിയും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു. വളരെ ഭയാനകമായ രീതിയിലാണ് ആ റൂം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യക്തിക്ക് ആ റൂമിൽ പേടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ, അതിനകത്ത് ചില ആഭിചാര ക്രിയകൾ നടക്കുന്ന രീതിയിൽ കളിമണ്ണുകൾ, മറ്റ് ചില ബിംബങ്ങൾ, ഇതെല്ലാം
അതിനകത്ത് അവൻ സൂക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ അറിവനുസരിച്ച് ഒരു സാത്താൻ സേവ എന്തോ പറയുന്ന ആ ഒരു പ്രക്രിയയിൽ അവൻ അകപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ബലമായി സംശയിക്കുന്നു. ഈ സിനിമ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിനിമ അഭിനയ രീതി പഠിക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് പോയി വന്നതിന് ശേഷമാണ് അവന് കൂടുതൽ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നത്. അവൻ ഏതു സമയത്തും രാത്രി 12 മണിക്ക് ശേഷം പോലും അവൻ അപ്പനും അമ്മയും ഇരിക്കെ അവരോട് ചോദിക്കാതെ പോലും ഇറങ്ങിപ്പോകും. ആ സമയത്ത് ഏതെങ്കിലും സമയത്ത് മടങ്ങി വരും. ചോദിച്ചാൽ മറുപടിയില്ല. ചിലപ്പോൾ ദേഷ്യപ്പെടും. പ്രജിൻ്റെ ഭാഗത്തു നിന്ന് ഈ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി ചോദിക്കുമ്പോഴെല്ലാം പൈസ, അത് 10 രൂപയായാലും 10,000 രൂപയായാലും ലക്ഷങ്ങളായാലും ചോദിക്കുന്ന സമയത്ത് അവന് കൊടുക്കണം എന്നുള്ള ആ വാശി, അതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട ഈ പിതാവും മാതാവും അനുഭവിച്ച ക്രൂരത, അവർ ഏറ്റ ആ മർദ്ദനത്തിന് ഒരു കണക്കുമില്ല. ആ പിതാവിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി ആ പിതാവ് ഇരു കൈയും എടുത്ത് കൂപ്പി വളരെ വിഷമതയോടെ ഇരുന്നിട്ടുള്ള ദിവസങ്ങൾ, അത് ഞങ്ങളോട് ആ മാതാവ് ആ അഭിപ്രായം ഞങ്ങളോട് പങ്കുവച്ചത്. വിവരങ്ങളുമായി അരുൺ മോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, നമ്മുടെയൊക്കെ പൊതുബോധത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ ബ്ലാക്ക് മാജിക് പോലുള്ള വിഷയത്തിലേക്കൊക്കെയാണ് ഈ കുടുംബം സംശയം വിരൽ നീട്ടുന്നത്. നേരത്തെ ഈ പിതാവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പ്രജിൻ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിലൊന്നും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മുറി പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പല വസ്തുക്കളും വലിയ ദുരൂഹത ഉയർത്തുന്നുണ്ട്. എന്താണ് പോലീസ് പ്രാഥമികമായി ഈ മുറി പരിശോധിച്ചതിന് ശേഷം നൽകുന്ന വിവരം? അത് തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ പറയുന്ന ജോസ് എന്ന് പറയുന്ന 70-കാരൻ മകന്റെ ദാരുണമായ വെട്ടേറ്റ് മരിക്കുന്നത്. ഈ പറയുന്ന ഒന്നും ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഗൗരവമായ ഒരു വിഷയമായി കണ്ടിരുന്നില്ല. കാരണം ഒരു മകൻ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള ഒരു കേവലമായ ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു വിഷയമായിരുന്നു. എന്നിരുന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇതിന് പിന്നിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചില ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പോലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യം ഈ കൃത്യം നിർവഹിച്ച ശേഷം ഈ പറയുന്ന പ്രജിൻ വിളവട പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ മാതാപിതാക്കൾ തനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല, ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന മൊഴിയോടുകൂടിയായിരുന്നു സ്റ്റേഷനിലെത്തുന്നത്. ഇത് തന്നെയായിരുന്നു സമൂഹവും അറിയുന്നത്, പൊതുജനം അറിയുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു യുവാവ് ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് ചെയ്തത് ആണ് ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ അതിനുശേഷമാണ് ഈ പറയുന്ന പ്രജിന്റെ അമ്മ അല്ലെങ്കിൽ ജോസിന്റെ ഭാര്യ ഉൾപ്പെടെ തങ്ങൾ നേരിട്ടിരുന്ന ക്രൂരമായ പീഡനങ്ങളും ദുരിതങ്ങളും ബന്ധുക്കളോട് പങ്കുവയ്ക്കുന്നത്. ബന്ധുക്കൾ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ഈ പറയുന്ന യുവാവിന്റെ റൂമിലേക്ക് എത്തിയതും അവിടെ കണ്ട ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇത് പറയുന്നത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ഇദ്ദേഹം MBBS പഠിക്കുന്നതിലേക്ക് ചൈനയിൽ പോയിരുന്നു. കൊറോണ കാലത്തെ തുടർന്ന് അദ്ദേഹം തിരികെ നാട്ടിലെത്തുന്നു. ആ സമയം മുതൽ ഈ പറയുന്ന പ്രജിന്റെ സ്വഭാവത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ കെട്ടിടത്തിന്റെ മേളിൽ 2ാമത്തെ നിലയിലേക്ക് വാത്തുറപ്പിച്ച പ്രജിൻ ഈ പറയുന്ന മാതാപിതാക്കളെ അങ്ങോട്ട് കടത്തിവിട്ടിരുന്നില്ല, സഹോദരിയെ അങ്ങോട്ട് അടുപ്പിച്ചിരുന്നില്ല. ഒറ്റയ്ക്കുള്ള ഒരു രീതിയിലേക്ക് പിന്തുടരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനോടൊപ്പം അവരാവശ്യപ്പെടുന്ന തുകകളെല്ലാം, ഈ പ്രജിന് ആവശ്യപ്പെടുന്ന തുകകൾ ഈ മാതാപിതാക്കൾ അവന് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാൽ മർദ്ദനം പതിവായിരുന്നു വീട്ടിൽ. അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ പറയുന്ന എറണാകുളത്ത് സിനിമ പഠിക്കണമെന്നൊരു ആവശ്യവുമായി 1.5 ലക്ഷം രൂപയുമായി ഇയാൾ പോയിരുന്നു. അവിടെ പോയതിനു ശേഷം തിരിച്ചു വന്നിട്ട് കുറച്ച് കൂടുതൽ ഇയാൾ ആൾക്കാരിൽ നിന്ന് പൂർണ്ണമായി അകലുന്ന ഒരു അവസ്ഥയായിരുന്നു. രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങി പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമ്മളോട് പറയുന്നു. അത് എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അന്ന് അവിടെ വീട്ടിൽ അടിയാവും ബഹളമാവും. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാറില്ല. അസമയങ്ങളിൽ യാത്ര ഒക്കെ ഉണ്ടാകുന്നു. മാത്രമല്ല ഈ ആളിന്റെ ഈ പരിശോധിച്ചപ്പോൾ ഈ റൂം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ മുടി, ധാരാളം മുടി ഇദ്ദേഹം ഈ പറയുന്ന സ്ഥലത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒപ്പം പല ബിംബങ്ങൾ, പല
പല ബിംബങ്ങൾ, പല ആയുധങ്ങൾ ഒക്കെയും ഈ റൂമിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി. ഒരു വിദ്യാസമ്പന്നനായ MBBS പഠിക്കുന്ന ഒരു യുവാവിന്റെ റൂമെന്ന് ഒരിക്കലും തോന്നാത്ത തരത്തിൽ വളരെ അലക്ഷ്യമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ റൂം പോലും നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം ഈ റൂമിലേക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ മാതാപിതാക്കൾ പോലും കയറുന്നത്. കാരണം അതുവരെ പറഞ്ഞിരുന്നത് മാതാപിതാക്കൾ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നായിരുന്നു പുറം ലോകത്ത് അറിയിച്ചിരുന്നെങ്കിൽ, അല്ലെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ വിപരീതമായ ഒരു വ്യവസ്ഥയാണ് ഇവിടെ കണ്ടത്. കാരണം ഇവർക്ക് ഈ റൂമിലോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവരെ പൂർണ്ണമായും അകറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു പ്രക്രിയയിലൂടെ ജീവിക്കുകയായിരുന്നു ഈ പ്രജിൻ എന്നുള്ളത്. എന്തായാലും വെള്ളറട പോലീസിലൊക്കെ ഈ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ നടപടികൾ വരണം. ഇയാളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺ മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് റൂം ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട മാലക്കരയിൽ മതിലിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. റൈഫിൾ ക്ലബിന്റെ കോമ്പൗണ്ടിൽ നിർമ്മാണത്തിലിരുന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. നിർമ്മാണ പ്രവർത്തനം നടത്തുകയായിരുന്ന അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. ബീഹാർ സ്വദേശി ഗിഡുകുമാർ, പശ്ചിമബംഗാൾ സ്വദേശി രത്തൻ മണ്ഡൽ എന്നിവരാണ് മരിച്ചത്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. കോഴഞ്ചേരി ജില്ല മാലക്കരയിലെ റൈഫിൾ ക്ലബിന്റെ കോമ്പൗണ്ടിൽ മതിൽ നിർമ്മിക്കുന്നതിനിടയിലാണ് ഇത്ര ഒരു അപകടം ഉണ്ടായത്. അപകടത്തിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ ഗിഡുകുമാർ, ബീഹാർ സ്വദേശി രത്തൻ മണ്ഡൽ എന്നിവരാണ് മരിച്ചത്. 4 പേരാണ് ഈ ജോലിക്കുണ്ടായിരുന്നത്. ഈ രത്തൻകുമാറും ഗിഡുകുമാറും ഈ മതിലിന്റെ വാരം എടുക്കുന്ന ജോലിയാണ് ഏർപ്പെട്ടത്. ആ സമയത്താണ് മതിലിടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് വീഴുമായിരുന്നു. 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന രാജ്കുമാർ ഓടി രക്ഷപ്പെട്ടു. 4 പേരിൽ 2 പേരാണ് രക്ഷപ്പെട്ടത്. 2 പേർക്കും ചെറിയ പരിക്കുണ്ട്. അവരെ 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രത്തൻ മണ്ഡലിന്റെയും ഒപ്പം ഈ പശ്ചിമബംഗാൾ സ്വദേശി ഗിഡുകുമാറിന്റെയും മൃതദേഹങ്ങൾ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആര്യ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പുറത്തുവരുന്ന സർവത്ര തട്ടിപ്പിന്റെ കഥകൾ. പാതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്ത് പോലീസ്. പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത്. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് CN രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തത്. കേസിലെ 3ാം പ്രതിയാണ് CN രാമചന്ദ്രൻ നായർ. ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം KSSന് പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ്. പാതിവില തട്ടിപ്പിൽ വിപുലമായ അന്വേഷണത്തിന് തീരുമാനം. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ക്രൈംബ്രാഞ്ച് ADGPയുമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. ക്രൈംബ്രാഞ്ചിനൊപ്പം നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തും. അന്വേഷണ സംഘത്തെ നാളെ തീരുമാനിച്ചേക്കും. കേസ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലേക്ക് വിടേണ്ടതില്ലെന്നും തീരുമാനിച്ചു. സായിഗ്രാമം ഡയറക്ടർ ആനന്ദ് കുമാറിന് പണം നൽകിയിട്ടുണ്ട് എന്ന പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ട് എന്നും തെളിവെടുപ്പിന് ഇടെ വ്യക്തമാക്കി. BJP നേതാവ് AN രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ല. രാധാകൃഷ്ണന്റേത് ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രം എന്നും അനന്തു പറഞ്ഞു. പുന്നുരുന്നിയിലെ ഓഫീസിലെയും കലൂർ ജനതാ റോഡിലെ വീട്ടിലുമാണ് അനന്തു കൃഷ്ണനുമായി തെളിവെടുപ്പ് നടത്തിയത്. കൺസൾട്ടിംഗ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് അതിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് പൈസ രാധാകൃഷ്ണൻ ജി ഇതിന്റെ സൈൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി വന്നതേ ഉള്ളൂ. പാതിവില തട്ടിപ്പ് കേസിൽ എറണാകുളം പറവൂരിൽ ഇന്നലെ മാത്രം ലഭിച്ചത് 275 പരാതികളാണ്. ഇതോടെ പറവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ലഭിച്ചത് 535 പരാതികൾ. ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. തട്ടിപ്പിനിരയായവർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു.
ഞങ്ങൾക്ക് ഇനി ഞങ്ങളൊക്കെ 2 വീലർ കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പൈസ തിരികെ തരണം എന്നുള്ളൊരു അപേക്ഷയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളെ എല്ലാവരും സഹായിക്കണം. ഞങ്ങൾ അടച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നേ പറയാനുള്ളൂ. ഞങ്ങളിതിനകത്ത് പെട്ടുപോയവരാണ് അറിയാതെ. എല്ലാവരും പാവങ്ങളാണ്. ഇതിലാരും പണക്കാരൊന്നുമില്ല. എല്ലാവരും സാധാരണക്കാർ പാവങ്ങളാണ്, അടിത്തട്ടിലുള്ളവരാണ്. അവരതിനെ പറ്റിച്ചൊക്കെ കൊണ്ടുപോയിക്കണത്. പണക്കാരാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചത്. ഒറ്റ ആളും പണക്കാരില്ല ഇതിൽ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട കാശാണ്. ഞങ്ങളുടെ പിള്ളേരുടെ കുഞ്ഞു പിള്ളേരുടെ സ്വർണം വരെയും പണയം വെച്ചാണ് ഇതിന് കൊടുത്തത്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെതിരെ പറവൂരിൽ പരാതികളുടെ പ്രവാഹമാണ്. ഇതുവരെ 535 പരാതികളാണ് പറവൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. വരാപ്പുഴയിൽ 17 പരാതികൾ. ജനസേവാ സമിതി ട്രസ്റ്റ് വഴിയാണ് ഇവർ പണം നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറി CG മേരി, ചെയർമാൻ ഡോക്ടർ N മധു, ഒപ്പം ബാങ്ക് ജോയിന്റ് അക്കൗണ്ടിൽ പേരുള്ള ഡോക്ടർ K ശശിധരൻ, തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തു കൃഷ്ണൻ, ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ പ്രവീൺ G പൈ, ആലുവ കോളേജ് പ്രിൻസിപ്പൽ ജൈനി സാരംഗ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. തട്ടിപ്പിനിരയായവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പണം തിരികെ കിട്ടുന്നതിനായി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പരാതി കൊടുത്ത് അവരെ കൊണ്ട് FIR ഇടിക്കുക. അതനുസരിച്ച് ഇവരുടെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് മുനിസിപ്പൽ കോടതിയിൽ ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുക. അതേസമയം അനന്തു കൃഷ്ണൻ വഞ്ചിച്ചെന്ന് കാട്ടി ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ പോലീസിന് പരാതി നൽകി. ഗുണഭോക്താക്കൾ നൽകിയ 14,65,54,650 രൂപ അനന്തു കൃഷ്ണന് കൈമാറിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇരുചക്രവാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ജൈവവളം എന്നിവ ലഭ്യമാകുന്നതിൽ അനന്തു കൃഷ്ണൻ കാലതാമസം വരുത്തി. പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയില്ല. അപേക്ഷകരുടെ പ്രോസസ്സിംഗ് നിരക്ക് മാത്രമാണ് ട്രസ്റ്റ് കൈപ്പറ്റിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സ്വർണം പണയം വെച്ചും കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തുമൊക്കെയാണ് ഇവർ പണം നൽകിയത്. 2 വീലറോ തയ്യൽ മെഷീനോ ഒന്നും തിരികെ വേണ്ട. നഷ്ടപ്പെട്ട തുകയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഓരോരുത്തരും. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സമാന്തര പ്രവർത്തനം നടത്തിയാൽ NGO കോൺഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുമെന്ന് വ്യക്തമാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശമാണ് ന്യൂസ് 18 ലഭിച്ചത്. അതേസമയം അനന്തകൃഷ്ണൻ അറസ്റ്റിലായതിനു പിന്നാലെ കബളിപ്പിക്കപ്പെട്ട വിവരം നേരിൽ കണ്ടു പറയാൻ ശ്രമിച്ച കോൺഫെഡറേഷൻ അംഗങ്ങളെ കാണാൻ പോലും ആനന്ദകുമാർ തയ്യാറായില്ലെന്നും അംഗങ്ങൾ പറയുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചില സംഘടനകൾ ഈ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ NGO കോൺഫെഡറേഷൻ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ പങ്കുവച്ച ശബ്ദ സന്ദേശമാണിത്. പാതിവില തട്ടിപ്പിനെക്കുറിച്ച് തനിക്കറിവില്ലെന്നും താനും കബളിപ്പിക്കപ്പെട്ടെന്നും പറഞ്ഞ് പ്രതിരോധം തീർത്തിരുന്ന അനന്തകുമാറിനെ വെട്ടിലാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാതിവിലയ്ക്ക് സ്കൂട്ടർ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 960 പേരിൽ നിന്നാണ് പണം കൈപ്പറ്റിയത്. ആദ്യം പണം നൽകിയ ഏതാനും ഗുണഭോക്താക്കൾക്ക് പാതിവിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും കാർഷിക ഉപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ട് വിശ്വാസം നേടിയെടുത്തു. ഇത് മറയാക്കി കൂടുതൽ ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുകയായിരുന്നു. 157 ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണസമാഹരണം നടത്തി 91 ആളുകൾക്ക് കിട്ടി. ആ 32 പേർക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തിൽ വലിയൊരു ഫംഗ്ഷനിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ആളുകൾക്ക് താക്കോൽ കൈമാറി. അടുത്ത ഘട്ടമായിട്ടാണ് വീണ്ടും കളക്ട് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ 125 ആളുകൾക്ക് ഞാൻ കളക്ട് ചെയ്ത് അയച്ചു. അനന്തകൃഷ്ണന്റെ പേരിലുള്ള 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 6 കോടിയിലധികം രൂപയാണ് തിരുവനന്തപുരത്തുള്ള സന്നദ്ധ സംഘടനകൾ പിരിച്ചു നൽകിയത്. തലസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി തട്ടിപ്പിനിരയായവരുടെ പരാതികളും ഏറുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാതിവില തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. താൻ പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. താൻ പണം വാങ്ങിയതായി വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. എനിക്ക് സ്വന്തമായി അക്കൗണ്ട് ഇല്ലാത്ത ആളാണ്. പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ അക്കൗണ്ടും ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ ഈ ജനപ്രതിനിധികളായിട്ടുള്ള കുറേ ആളുകൾ ഇതിന് ചേർക്കാനും ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ചെറുതോണിയിൽ അദ്ദേഹം നടത്തിയൊരു പരിപാടി ഞാൻ പങ്കെടുത്തു. അതിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടി എന്ന രൂപത്തിൽ ക്ഷണിച്ചു. അവിടെ പോയി പങ്കെടുത്തു. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, CSR ഫണ്ട് ഇങ്ങനെ എടുക്കാൻ സാധ്യമാണോ എന്ന് പരിശോധിക്കും.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അധികൃതർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ. പരിചയസമ്പന്നയല്ലാത്ത ഡോക്ടറെ കൊണ്ട് വൈദ്യപരിശോധന നടത്തിയത് ഗുരുതര വീഴ്ചയെന്നാണ് കമ്മീഷൻ കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ രോഗി പീഡിപ്പിക്കപ്പെട്ട ഗൗരവമുള്ള കേസായിട്ടും പരിചയസമ്പന്നയല്ലാത്ത ഡോക്ടറെ കൊണ്ടാണ് വൈദ്യപരിശോധന നടത്തിയതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലെ മുറിവുകൾ കൃത്യമായി രേഖപ്പെടുത്താതെയും വേണ്ട രീതിയിൽ പരിശോധന നടത്താതെയുമാണ് ഡോക്ടർ KV പ്രീത മെഡിക്കോ ലീഗൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയതെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. തന്റെ പരാതി ശരിവെക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ടെന്ന് അതിജീവിത പറയുന്നു. ഞാൻ കൊടുത്ത പരാതി നീതിയുള്ളതാണെന്നും അതിൽ അവർ കണ്ടെത്തിയത് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ പ്രീതിയുടെ ഭാഗത്തിന് വീഴ്ച ഉണ്ടെന്നും അതുപോലെ ഇങ്ങനെ ഒരു കേസ് അവര് അത്രയും നിസ്സാരമാക്കി കളഞ്ഞു. സ്ത്രീകളുടെ വാർഡുകളിൽ പുരുഷ അറ്റൻഡർമാരെ നിയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. 2023 മാർച്ച് 18 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് യുവതി പീഡിപ്പിക്കപ്പെട്ടത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUയിലേക്ക് മാറ്റിയപ്പോൾ അറ്റൻഡറായ ശശീന്ദ്രൻ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഇയാൾ പിന്നീട് അറസ്റ്റിലായി. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരത്ത് +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാറശാല മഞ്ചാടി കോളനിയിലെ അജി ധന്യ ദമ്പതികളുടെ മകൻ നിരഞ്ജനെയാണ് വീടിന് പുറകിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരന്റെ ഫിഷ് ടാങ്ക് നിരഞ്ജൻ പൊട്ടിച്ചുവെന്നാരോപിച്ച് അമ്മ ശകാരിച്ചിരുന്നു. ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വൃദ്ധൻ അറസ്റ്റിൽ. വിലങ്ങാട് സ്വദേശി കുഞ്ഞിരാമൻ എന്ന 72-കാരനാണ് പിടിയിലായത്. വിദ്യാർത്ഥിനിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടിനകത്തെത്തിച്ചാണ് ലൈംഗികാതിക്രമം നടത്തിയത്. പീഡന വിവരം വിദ്യാർത്ഥിനി വീട്ടിലെത്തി രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. വളയം CI EV ഫായിസ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. ഉപ്പുംപാടത്ത് താമസിക്കുന്ന ചന്ദ്രികയാണ് മരിച്ചത്. ഭർത്താവ് രാജന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പാലക്കാട് ഉപ്പുംപാടത്ത് ഇന്ന് പുലർച്ചെ 5:30-യോടെയാണ് ദാരുണമായ സംഭവം. വീട്ടിനകത്ത് വെച്ച് ഭാര്യയോട് വഴക്കിട്ട രാജൻ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. ശബ്ദം കേട്ട് മുകളിലത്തെ നിലയിൽ നിന്നും താഴെയെത്തിയ മകളാണ് അമ്മയും അച്ഛനും ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രികയെ രക്ഷിക്കാനായില്ല. ഭാര്യയെ കുത്തിയ ശേഷം രാജൻ പിന്നീട് സ്വയം പരിക്കേൽപ്പിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. 1.5 വർഷം മുമ്പ് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മാനസിക പ്രശ്നങ്ങളുള്ള രാജൻ ഇതിനു മുമ്പും ചന്ദ്രികയെ ആക്രമിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് രാജനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തോലന്നൂർ സ്വദേശികളായ കുടുംബം ഉപ്പുംപാടത്തെ വാടക വീട്ടിലേക്ക് മാറിയിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 പാലക്കാട്. അതിരപ്പിള്ളിയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആന നിരീക്ഷണത്തിലെന്നുമാണ് വനംവകുപ്പിന്റെ വിശദീകരണം. 2 ആഴ്ച മുമ്പാണ് അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയത്. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. ആന പുഴയിൽ വെള്ളം കുടിക്കാനെത്തിയപ്പോൾ പകർത്തിയ പുതിയ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. ദൃശ്യങ്ങളിൽ പുഴുവരിക്കുന്നത് കാണാം. എന്നാൽ മുറിവിന് ആഴമുണ്ടെന്നും ഉണങ്ങാൻ സമയമെടുക്കും എന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആന വെള്ളം കുടിക്കാനും തീറ്റയെടുക്കാനും സ്ഥിരമായി പുഴയോരത്ത് എത്തുന്നുണ്ട്. 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഉണ്ടായ മുറിവാണെന്നും നിലവിൽ സാധ്യമായ മികച്ച ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് പ്രതികരിച്ചു. ന്യൂസ് 18 തൃശൂർ. വന്യജീവി ആക്രമണത്തെ സംബന്ധിക്കുന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി. ഇതൊരു സങ്കീർണമായ സാഹചര്യമാണ്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. My colleagues on stage spoke about the man-animal conflict. I know it is a very deep issue which is very troubling for all of you. I myself came here around 10 days back because a lady was killed by a tiger. At that time, I held a meeting with the district magistrate and with all the forest officials. And you're right, Bashir ji, when you say that we do not have enough funds coming in for it. And I spoke to them, I promised them that I will try my best to raise funds
and also to speak to the authorities, to speak to the central government, state government, write to them, put pressure on them so that more funds can be allocated. Because until they have the adequate funds, then that protection will not be complete. I had said during my election campaign that tourism should be a focus. Farming and agriculture should be a focus. And in the next 4.5 years, I intend to focus on these aspects and to try my best to improve facilities, to improve the people's perception, to make them understand what a beautiful place it is here to visit. As you talked about the Chaliyar area, I will take that up as well. And I will push and pressurize as much as I can in Parliament and outside of it for all these issues to be raised and also for us to receive funds and the adequate help that we require. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ. സംസ്ഥാന സർക്കാർ കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലപാടെടുക്കുമെന്നും തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ജോസഫ് പാംപ്ലാനി പ്രഖ്യാപിച്ചു. ക്രൈസ്തവ ജനത തുടർച്ചയായി വേർതിരിവ് നേരിടുകയാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനത്തിൽ പറയുന്നു. കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. ഇവിടുത്തെ മലയോര കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയാണ് കൂടുതൽ വിമർശനവും. ഭൂനികുതി വർധനവ്, കർഷകർക്കെതിരായ സമീപനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാൻ രംഗത്ത് വന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭ ശക്തമായ നിലപാടെടുക്കുമെന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലാകട്ടെ കേരള സർക്കാരിന്റെ ബജറ്റിലാകട്ടെ മലയോരത്തെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയലേഖനമിറക്കിയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സർക്കാരുകൾക്കെതിരെ രംഗത്ത് വന്നത്. അർഹമായ ന്യൂനപക്ഷാവകാശം കിട്ടുന്നില്ല. ഇത് കടുത്ത അവകാശ ലംഘനമാണ്. ക്രൈസ്തവർ തുടർച്ചയായി വേർതിരിവ് നേരിടുന്നു. തങ്ങൾക്കൊപ്പം നീതിക്കായി പോരാടുവാൻ ആളുകൾ ഉണ്ടെന്ന ചിന്ത അടിസ്ഥാന വിഭാഗങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണെന്ന് നാം മറക്കരുത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ അതിരൂപത വലിയൊരു മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ ഫെബ്രുവരി 15 അടുത്ത ശനിയാഴ്ച നടത്തപ്പെടുന്ന പരിപാടിയിൽ അണിചേരുവാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ദളിത് ക്രൈസ്തവർക്ക് സംവരണം ഏർപ്പെടുത്താത്ത നടപടിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം. ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് സ്ഥാപിത താല്പര്യം കൊണ്ടാണ്. കർഷക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ മാസം 15 കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് മാർച്ച് നടത്താനും അതിരൂപത തീരുമാനിച്ചു. ന്യൂസ് 18 കണ്ണൂർ കോട്ടയം. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ BJP. ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി BJP അധ്യക്ഷൻ JP നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടിക്കാഴ്ച നടത്തി. MLA-മാരുടെ യോഗം ഉടൻ നടക്കും. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ, പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത, മുൻ അധ്യക്ഷൻ മനോജ് തിവാരി, ബാൻസുരി സ്വരാജ് തുടങ്ങിയ പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി അതിഷി രാജിവെച്ചു. അതേസമയം കെജ്രിവാൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് BJP പ്രഖ്യാപിച്ചു. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി നാളെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിക്കുന്നത്. അതിനു മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ ആലോചന. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും ദളിത് നേതാവും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ദുഷ്യന്ത് ഗൗതമിന്റെ പേരായിരുന്നു പ്രധാനമന്ത്രിയുടെ മനസ്സിൽ. കരോൾബാഗിൽ ദുഷ്യന്ത് ഗൗതം പരാജയപ്പെട്ടതോടെ മറ്റു പേരുകളിലാണ് ചർച്ച. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയാണ് മുൻപന്തിയിൽ. മുഖ്യമന്ത്രിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പർവേഷ് വർമ്മ लेफ्टिनेंट गवर्नरुമായി കൂടിക്കാഴ്ച നടത്തി. ये केवल मेरी जीत नहीं है, ये आप सभी की जीत है. सबकी ये मांग थी कि एक अच्छी सरकार आए. 10 साल से जो सरकार देश में सेवा कर रही है प्रधानमंत्री मोदी जी के नेतृत्व में, उन्हीं के विजन को लेकर दिल्ली में उन्हीं के सहयोग से दिल्ली में भी सरकार बने, ताकि दोनों सरकारें अच्छा काम करे, कोई राजनीति ना हो, कोई झगड़ा ना हो. രോഹിണിയിൽ നിന്ന് വിജയിച്ച മുൻ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ വിജേന്ദർ ഗുപ്ത, മാളവ്യ നഗറിൽ നിന്ന് വിജയിച്ച മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായ,
കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര എന്നിവരുടെ പേരുകളും ചർച്ചകളിലുണ്ട്. BJP വിജയത്തിൽ നിർണായകമായ പൂർവാഞ്ജലികളെ പരിഗണിച്ചാൽ നോർത്ത് ഈസ്റ്റ് ഡൽഹി MP-യും മുൻ അധ്യക്ഷനും ഭോജ്പുരി നടനുമായ മനോജ് തിവാരിക്കും നറുക്കുവീണേക്കാം. കേജ്രിവാളും സിസോദിയും തോറ്റതോടെ അതിഷി പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ന്യൂഡൽഹി MP ബാൻസുരി സ്വരാജ്, ഗ്രേറ്റർ കൈലാഷിൽ നിന്ന് വിജയിച്ച ശിഖാ റായ്, ഷാലിമാർ ബാഗിൽ നിന്ന് വിജയിച്ച രേഖ ഗുപ്ത തുടങ്ങിയ വനിതാ നേതാക്കളെയും പരിഗണിച്ചേക്കാം. വിദേശ പര്യടനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം സത്യപ്രതിജ്ഞ ആഘോഷമായി നടത്താനാണ് BJP തീരുമാനം. തോൽവിക്ക് പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ അതിഷി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതേസമയം കേജ്രിവാൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് BJP പ്രഖ്യാപിച്ചു. BJP ഉയർത്തിക്കൊണ്ടുവന്ന ശീഷ് മഹൽ വിവാദം ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ മുഖ്യ പങ്കുവഹിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ഫാസ്റ്റ് ന്യൂസ്. നമസ്കാരം.